എല്ലാവർക്കും മല്ലുകൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സ്വർഗവാസിൽ എന്ന സിനിമയെ കുറിച്ചാണ്. സാനിയ അയ്യപ്പൻ RJ ബാലാജിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ലീക്കായിട്ട് പ്രിന്റ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡിസംബർ 27-ന് നെറ്റ്ഫ്ലിക്സിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് സീബ്ര എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. പ്രിയ സത്യദേവാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ തെലുങ്ക് തമിഴ് വെർഷൻ ഡിസംബർ 20-ന് OTTയിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസാണ് സിനിമയിൽ നായകൻ. ഇതൊരു റൊമാന്റിക്കൽ മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സാബുമോൻ, ചിത്ര, വർഷ തുടങ്ങി ഒരു നീണ്ട താരം തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വീക്കിലായിരിക്കും ഓശാൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമയെ കുറിച്ചാണ്. മറിമായ ടീമിന്റെ സിനിമയായിരുന്നു പഞ്ചായത്ത് ചെട്ടി. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഏഷ്യനെറ്റ് ഈ സിനിമ വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 25-ന് ക്രിസ്മസിന് പ്രീമിയർ ആയിട്ടാണ് സിനിമ വരുന്നത്. അതിനുശേഷം സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു LJP മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, ബാലു വർഗീസ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ പിള്ളേരുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഭാവനയാണ് ഈ സിനിമയിൽ നായിക. ഇതൊരു ഹൊറർ സിനിമയാണ്. ഒരു കോളേജിലുണ്ടാകുന്ന സംഭവമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഭാവനയെ കൂടാതെ അതിഥി ദേവി, രഞ്ജി പണിക്കർ, അജ്മൽ, കോട്ടയം നസീർ തുടങ്ങി ഒരു നീണ്ട താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഭാവന മികച്ച അഭിനയമാണ് ഹണ്ട് എന്ന സിനിമയിൽ കാഴ്ചവെച്ചത്. ഈ സിനിമയുടെ OTT ഇതുവരെ ആരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസിനാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 24-ന് ആമസോൺ പ്രൈമിൽ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ജോർജ് ജോർജ് നായകനായ സിനിമയായിരുന്നു പണി. ഈ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി. ജനങ്ങൾ രണ്ടു കൈ നീട്ടിയാണ് സിനിമയെ സ്വീകരിച്ചത്. മികച്ച സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു തൃശ്ശൂരിന്റെ കഥയാണ് സിനിമ പറയുന്നത്. അതുപോലെ സാഗർ സൂര്യാണ് സിനിമയിലെ വില്ലൻ. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 1-ന് സോണി ലീവിൽ പണി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.